നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. സമയം കളയുന്നില്ല, കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ടിനിച്ചേട്ടാ ആൻഡ് ബെജുക്കട്ട ചേട്ടാ. നമസ്കാരം. നമസ്കാരം. തുടങ്ങല്ലേ? ഇരിക്കാൻ റെഡിയല്ലേ? റെഡിയാണ്. ചാലക്കുടി ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്. ഫുൾ എനർജി ആയിരിക്കും. അവിടുത്തെ മെർച്ചന്റ് അസോസിയേഷന്റെ വനിതാ വിങ്. ഒരു നല്ല കൈഡി സ്വാഗതം. അപ്പോ ആദ്യത്തെ സ്കിറ്റ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. പോൾസൺ ബാസി ടീം വരുന്നുണ്ട് മക്കളെ. അടുത്ത സ്കിറ്റിന് കൂടെ പുതിയൊരാള് നമ്മുടെ കുടുംബത്തിലേക്ക്. ഇവരുടെ കൂടെ സിസി. നല്ലൊരു കൈഡി. ഹലോ ഹലോ, ആ കോൺട്രാക്ടറെ പറഞ്ഞോ. ഞാൻ ഇന്ന് പണിക്ക് കുറച്ച് താമസിച്ചേ വരുള്ളൂ. ആനാടാ? എന്റെ പൊന്നു കോൺട്രാക്ടറെ, എന്റെ ഭാര്യ ശാലിനില്ലേ, അവളുടെ 10 കൂട്ടുകാരെല്ലാം കൂടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. 10 തത്തകൾ. ആ 10 തത്തകളെല്ലാം കൂടെ ഇന്ന് ഒത്തുകൂടുക സ്കൂളിൽ. അപ്പൊ ഞാൻ അവളെ സ്കൂളിലേക്ക് ആക്കിയിട്ട് കുറച്ച് താമസിച്ചേ വരുള്ളൂ. നീ അവളെ അവിടെ ആക്കിട്ട് വരാൻ പോവാണോ? പിന്നല്ലാതെ. നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോടാ? എടാ, പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്നും പറഞ്ഞ് പഴയ കാമുകന്മാരും കാമുകരും ഒളിച്ചോടിക്കൊണ്ടിരിക്കുക. നീ വാർത്തയൊന്നും കാണാറില്ലേ? നിങ്ങൾ ചുമ്മാ മനുഷ്യരെ പേര്, അതൊക്കെ വേറെ വേറെ സ്ഥലത്തല്ലേ. അത് തന്നെയല്ല, എന്റെ ഭാര്യ ശാലിനി എന്ന് പറഞ്ഞാലല്ലോ, അവിടെ 24 മണിക്കൂർ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഓയോ അയ്യോ, പോയി പോയി. ആ കോൺട്രാക്ടർ പറഞ്ഞ കറക്റ്റായി. ചേട്ടാ, കോൺട്രാക്ടർ എന്താ പറഞ്ഞേ? പോയില്ലേ? അല്ല, കോൺട്രാക്ടർ എന്താ പറഞ്ഞേ? കോൺട്രാക്ടർ ഇപ്പൊ എന്താ പറഞ്ഞേ? കോൺട്രാക്ടർ പറഞ്ഞ 8 മണ്ണിന് 2 8 സിമെന്റ്. അതാണ് കോൺട്രാക്ടർ. അതിപ്പോ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അറിയാലോ. എനിക്കറിയാം. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു, ഒന്ന് ഉറപ്പിച്ചു വന്നെന്താ കുഴപ്പം? ഒരു കാര്യം ചെയ്യും, ഏതായാലും എന്നെ ഇവിടെ കൊണ്ട് നാക്കിയല്ലോ. ചേട്ടൻ ജോലിക്ക് പോകോ? ജോലിക്ക് പോകണ്ട. ജോലിക്ക് പോയ 8ന്റെ പണി കിട്ടും. 8ന്റെ പണി കിട്ടുമെന്നോ? 8 മണലിലാണല്ലോ 2 8 സിമെന്റ്. അതൊന്നും ഞാൻ ഒന്നുകൂടെ പണിക്ക് പോവാതിരിക്കാനുള്ള പോവാൻ നോക്കിയേ. പണിക്ക് വന്നു. അതല്ല, ഇന്ന് പോകണ്ട, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോവാന്നെ ചേട്ടാ, ഞാനിപ്പോ ഒന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എത്ര വർഷം കഴിഞ്ഞിട്ടാ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നേ. അതിന്റെ ത്രില്ലിലാ ഞാൻ. ഇവിടെ കാല് കുത്തിയപ്പോ മുതല് ഞാൻ ഈ സ്കൂൾ അങ്ങ് മിസ് ചെയ്യുക ചേട്ടാ. മിസ് ചെയ്യുവാണ്. 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഉപ്പുമാവ് കിട്ടാൻ സ്കൂള് കത്തിക്കാൻ നടന്ന തമാശ പറയല്ലേ, തമാശ പറയല്ലേ. തമാശ. ചേട്ടൻ അറിയോ, ഇന്ന് ശേഖരൻ വരുന്ന ദിവസാ. ശേഖരനോ? പേര് കേട്ടാലോ അറിയാം, അവൻ എനിക്ക് ഒത്ത എതിരാളി. അവനോട് വേണം ഇന്ന് ഞാൻ മുടി പിടിക്കാൻ. ആരടി ശേഖരൻ? അയ്യോ, അവനും തമ്മിൽ എന്താണ് ബന്ധം? എന്റെ പൊന്നു മനുഷ്യ, ഈ ശേഖരൻ എന്ന് പറഞ്ഞ ആനയാന്ന്. എടി, കള്ളത്തരം പറയുമ്പോ ലോജിക്ക് വേണ്ടി. എന്ത് ലോജിക്ക്? നീ ഈ ശേഖരൻ ഏത് ക്ലാസ്സിൽ ഏത് ബെഞ്ചിൽ നിന്ന് ഒരുമിച്ച് പഠിച്ചു? അതല്ല, ഈ ആനേന്റെ കൂടെ വന്ന പാപ്പാൻ മണികണ്ഠനായ എന്റെ കൂട്ടുകാരൻ. അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുമ്പോ എടി ആനേനെയും കൂടി കൊണ്ടുവരാ. അത് മാത്രമല്ല, എനിക്കൊരു ആനവാലും കൂടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാപ്പാമാരുടെ സ്ഥിരം പരിപാടി ആനവാല് കൊടുത്ത് പെണ്ണുങ്ങളെ വളർത്തണം. അപ്പൊ ആനേനെ മുൻനിർത്തിയാണ് എനിക്കിട്ട് പണിയുന്നത്. ഭീഷ്മ പിതാമകന് വക ഒരുത്താൻ ശകുനിയെ മുൻനിർത്തിയ പോലെയുള്ള പരിപാടിയാണ് അവൻ്റെത്. എന്തുന്നായി കിടന്ന് പൊറുവർക്കുന്നേ? ആത്മകഥം ചെയ്തതാണ്. പോവാൻ നോക്ക്, പോവാൻ നോക്ക്. ആരടി അവൻ? ഏത്? നിന്നെ നോക്കി കൂളിംഗ് ഗ്ലാസും വെച്ച് ചിരിച്ചോണ്ടിരിക്കുന്നവൻ ഏതാവനാണ്? അഖിലോ? അത് ശരി, ആ പേര് അവൻ തന്നെ മറന്നിരിക്കുക. നീ കൊണ്ട് ചേട്ടാ, അവൻ എന്റെ കൂടെ പഠിച്ചവനല്ല. പിന്നെ നീ അവനെന്തിനാ നോക്കിച്ചിരിക്കുന്നത്? എന്നെ ചേട്ടാ, ഞാൻ ബി ഡിവിഷനിലും അവൻ എടാ, നീ എ അല്ലേടാ? പറയണ്ടേ, അവനെ കണ്ണറിയാം. അവനെ വേയിലായിരിക്കും. അറിയാം. കൂടുതൽ ചിരിക്കണ്ട. നിന്റെ കൂളിംഗ് ഗ്ലാസ്, നിന്റെ വേഷോ, നിന്നെ ഞാൻ ഇന്ന് പൊക്കും. ഹായ് ശാലിനി. ചുറ്റിന്ന് ആക്രമണമാണോ? ഹനുമാനോ? എന്നിട്ട് ഇവന്റെ വാലിംഗത എവിടെയാണോ? എന്റെ പൊന്നു ചേട്ടാ, ഹനുമാനല്ല, അനിമോൻ എന്റെ കൂട്ടുകാരനാ. ഈ 10 തത്താന്ന് പറഞ്ഞ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിന്റെ അഡ്മിൻ അവൻ. ഇപ്പൊ ഇവനാണല്ലേ തത്തകൾക്കിടയിലെ കോഴി. കോഴിയൊന്നും വിളിക്കല്ലേന്ന്. നീ അവന്റെ മുഖത്തോട് നോക്കിയേ. ഇവന്റെ മുഖത്തോട് നോക്കി അവനെ കോഴി എന്നല്ല വിളിക്കേണ്ടത്, കാടാന്ന് വിളിക്കണം. കാട. 1000 കോഴി കാടയില്ലേ? അവൻ ഒരു കോഴി നിൽക്കുന്ന കേസല്ല. എന്താണ് നിങ്ങൾ എന്താണ് പ്ലാനിങ്? ചേട്ടൻ നിന്നെ പറ്റി ചോദിക്കുമായിരുന്നു എന്റെ അടുത്ത്. ഇവനെനിക്കറിയാം. ഇനി ആ മാവ് മറിഞ്ഞ വീട്ടിൽ രാഘവന്റെ മോനല്ലേടാ? അയ്യോ ചേട്ടാ, മാവ് മറിഞ്ഞതല്ല. വെട്ടിയിട്ടേക്കുവാണോ? അല്ലെന്ന്, എന്റെ വീട്ടുപേര് മാവ് ചെരിഞ്ഞ വീട്ടിൽ. ഇവന്റെ അച്ഛൻ രാഘവന്റെ കഥ അറിയാവോ? കേക്കണ്ട പുള്ളിയാ. സ്ത്രീ പുരുഷ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ട എവിടെന്ന് ചോദിച്ചപ്പോ കുളിക്കടവിൽ എന്ന് വിളിച്ചു പറഞ്ഞാണ് ഇവന്റെ അച്ഛൻ. ആ അച്ഛന്റെ മോനല്ലേ? അച്ഛൻ മരിച്ചു പോയതാ. മരിച്ചത് നന്നായി. ഇല്ല, നിന്റെ അച്ഛനെ കൂടെ ഒരു പഞ്ചായത്ത് താങ്ങത്തില്ല. എടാ, നീ ഒന്നും കാര്യമൊക്കെ പുള്ളി ഭയങ്കര തമാശക്കാരനാ.
ആന്നേ. ആണല്ലേ? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്കിപ്പോ എത്ര കുട്ടികളാ? എനിക്ക് 2 പിള്ളേര്. നിനക്ക് എത്ര പിള്ളേരാടാ? എനിക്ക് കുട്ടികളായില്ല. അയ്യോ, എന്നാ പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യായിരുന്നില്ലേ? ട്രീറ്റ്മെന്റ് ചെയ്താൽ കല്യാണം കഴിക്കാണ്ട് കുട്ടികളുണ്ടാവോ? അപ്പൊ നീ കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ലെന്ന്. എടാ, എന്താണ് ഇത്രയും നാളായിട്ട് നീ കല്യാണം കഴിക്കാഞ്ഞേ? ശരിക്കും പറഞ്ഞാലേ എന്റെ പങ്കാളിയെ കുറിച്ച് എനിക്ക് സങ്കല്പം ഉണ്ട്, അതാണ്. അത് ഇത്ര സങ്കല്പിക്കാനൊന്നുമില്ല. പാൻപാകം ചോദിച്ച് ചെവിയിൽ ഹെഡ്ഫോണും വെച്ചിട്ട് നടക്കും. ആര്? ബംഗാളി. നീ ബംഗാളി അല്ലെന്ന്. എന്റെ പങ്കാളിയെ കുറിച്ച് എനിക്ക് സങ്കല്പം. പങ്കാളിയെ കുറിച്ചുള്ള സങ്കല്പം ഞാൻ പറഞ്ഞത് എനിക്കറിയാം. ഒന്ന് പറഞ്ഞു. വെളുത്തിട്ട് പൊക്കം കുറഞ്ഞ് ചുണ്ട മുടി മജന്ത ബ്ലൗസ് നീല സാരി. നിന്റെ സങ്കല്പം. അല്ല, അത് ഞാനല്ലേ അത്? എന്താണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയണത്? ചേട്ടൻ അറിയോ, ഞാൻ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ബന്ധം ചേട്ടൻ അറിയോ? ഞങ്ങൾ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ് ഞങ്ങൾ. ഇത് വരട്ടെ, അപ്പൊ ഇച്ചിരി പഴകിയ കേസായത്. പിന്നെ 8-ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ വേറെ സ്കൂളിലായി പോയി. അതിന്റെ വിഷമം അവന്റെ മുഖത്തങ്ങ് കിടന്ന് വളം കെട്ടി. അങ്ങനെയാണെങ്കിൽ രാവിലെയും വൈകുന്നേരം ഞങ്ങൾ പോക്കും വരെ ഒരുമിച്ചായിരുന്നു. എന്നിട്ടും വിട്ടില്ല. പിന്നെ ചേട്ടാ സംഭവം അറിയാ, ഡിഗ്രി ആയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഞങ്ങൾ എങ്ങനെയാണെന്ന് അറിയാമല്ല കറങ്ങി തിരിഞ്ഞ് ഒരേ കോളേജിൽ തന്നെ വന്നു. അവസരങ്ങൾ കൊടുക്കും. തല വരച്ച കമ്പ് കൊണ്ട് ഏറെങ്കിലും കിട്ടിയാ മതി. നീ മറ്റേ സംഭവം മറന്നോടി. നമ്മള് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ അല്ല ഞാൻ മോട്ടോർ പര കുടുങ്ങിയ സംഭവമില്ലേ? മോട്ടോർ പര കുടുങ്ങിയോ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചേട്ടനോ വേറെ എന്തെങ്കിലും രീതി ഒരു 99% കാര്യം ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ആ സ്പിരിറ്റിലേ എടുക്കുള്ളൂ. അത് മതി. നീ പറയടാ. സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോഴേ ഞങ്ങളിങ്ങനെ കുഴപ്പമില്ലോ അല്ലേ, സ്കൂൾ വിട്ട് ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു. അപ്പൊ പെട്ടെന്നൊരു മഴ പെയ്ത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നനഞ്ഞിട്ട് ഞങ്ങളുടെ കുടയില്ല. ഞങ്ങൾ ഓടി ഒരു മോട്ടോർ പരക്കകത്ത് കയറി. മെയിൻ ഒരു ഘടകമാകട്ടെ. അതെ മോട്ടോർ പര കയറി ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നിട്ട് ചേട്ടാ 6 മണിയായിട്ട് മഴ തോരണില്ല. എനിക്കാണെങ്കിൽ ആ ആകപ്പാടെ അങ്ങ് ടെൻഷൻ വന്നു തുടങ്ങി. നിനക്കൊന്ന് ഒച്ച വെച്ചിരുന്നിൽ ഒന്ന് ഉറക്കി കരഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വരത്തില്ലായിരുന്നു. ഞാൻ ഹിറ്റ്ലർ സിനിമ കണ്ടില്ലായിരുന്നു ചേട്ടാ. നശിച്ച സിനിമ താമസിച്ചായിരിക്കും ഇറങ്ങിയത്. ഞാനങ്ങനെ മോട്ടോർ പരയിൽ നിൽക്കാണ്. 7 മണിയായിട്ടും ഈ മഴ അങ്ങോട്ട് തോരണില്ല ചേട്ടാ. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ 8 മണിയായപ്പോഴത്തേക്ക് എനിക്ക് സംഭവം മനസ്സിലായി, ഞാൻ പെട്ടുന്ന്. നിനക്ക് 8 മണിയാപ്പോഴാ പിടികിട്ടിയത്. എനിക്ക് തുടക്കത്തിലേ പിടികിട്ടി. ഞാൻ എന്നിട്ട് മോട്ടോർ പര നിൽക്കുമ്പോ ചേട്ടാ ഒരു കീറിയ പാ കിടക്കണം അവിടെ. ആരാണ് ആ കീറപ്പായ കൊണ്ട് മോട്ടോർ വലിച്ചത്? ഞാൻ ആ പാ വിരിച്ചിട്ട് മെല്ലെ ആ പായ കിടന്ന്. കിടക്കല്ലേ. അപ്പൊ തന്നെ ഇവള് വന്ന് എന്റെ അടുത്ത് ഇരുന്ന്. ഇവള് വന്നങ്ങ് ഇരുന്നതും ആ സമയത്ത് ഈ മാഷെ കണ്ടോ, ഈ വേലായുധ മാഷ് നേരെ മോട്ടോർ പരക്കകത്ത് കയറി വന്നു. ഈ പുള്ളി അതാണ് ടൈമിങ്. എന്റെ പൊന്ന് മാഷ, ഈ ചിരിയിരിപ്പും കണ്ടപ്പോ ഇത്രയും ടൈമിങ്ങിന് മോട്ടോർ വരെ വന്ന മാഷാന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല. നിങ്ങൾ മാഷല്ല, നിങ്ങൾ ജിന്നി. മാഷ് നേരെ കയറി വന്നു. നേരെ കയറി വന്നിട്ട് മാഷ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കൊട തന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മാഷ് വീട്ടിൽ കൊണ്ടുപോയി. അതാണ് ഇങ്ങനെയുള്ള മാഷുമാർ വേണം നമ്മുടെ നാട്ടിൽ വേണ്ടത്. മറ്റേ സംഭവം നീ ഓർക്കണ്ടേ? എടി നമ്മള് ഉപ്പുമാവരക്കകത്ത് കുടുങ്ങിയ സംഭവം. ഉപ്പുമാവരക്കകത്ത് കുടുങ്ങിയില്ലേ നമ്മള്? അടിക്കടി കുടുങ്ങാൻ നിങ്ങൾ വലിയ മത്സ്യങ്ങളുമാണോ? പുറകെ കുടുങ്ങുവാണോ? ഈ കഥ പറഞ്ഞിട്ടില്ലേ? ചേട്ടനോട് പറഞ്ഞിട്ടില്ലേ? ഇവള് പറഞ്ഞിട്ടില്ല. ഈ കഥ എന്നോട് പറഞ്ഞിട്ടില്ല. അതെന്താണെന്നറിയോ, അതിൽ വലിയ ഫണ്ണൊന്നും ഉണ്ടായില്ല. നീ അതുകൊണ്ടാ. ഫണ്ണുണ്ടോ ഇല്ലോ എന്ന് ഇവൻ പറയട്ടെ. ഞാനിതെല്ലാം അതിന്റെ ഒരു സ്പിരിറ്റിലേ എടുക്കുള്ളൂ. നീ പറയടാ. പറയാല്ലേ ചേട്ടാ, ഞങ്ങൾ സാറ്റ് കളിച്ചോണ്ടിരിക്കുക ലാസ്റ്റ് പീരീഡ്. സാറ്റ് കളി? അതെ. നമ്മുടെ കൂടുതൽ പഠിക്കുന്ന ജിനീഷാണ് അന്നേരം സാറ്റ് കളിക്ക് എണ്ണണത്. എന്നിട്ട് ഞാൻ ഒളിക്കാൻ വേണ്ടി നേരെ ഓടി ഞാൻ ഉപ്പുമാവരക്കകത്ത് കയറി. അപ്പൊ ഇവളുണ്ടല്ലോ, ഞാൻ ഉപ്പുമാവരക്കകത്ത് കയറി എന്ന് അറിയാതെ ഇവള് വന്ന് ഉപ്പുമാവരക്കകത്ത് കയറി. നീ കേറിയത് അറിയാതെ ഇവള് വന്ന് കയറി. ആ സമയത്തുണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും കയറിയത് അറിയാതെ ഈ ഉപ്പ ഉണ്ടാക്കുന്ന ചേച്ചി പുറത്തുനിന്ന് വന്ന് ഇതങ്ങ് പൂട്ടിട്ട് പോയി. ആ മെനകെട്ട പെണ്ണുമുള്ളിന് ആരാണ് ജോലിക്കെടുത്തത്? ഉപ്പുമാവരടക്കം നോക്കണ്ടേ നിങ്ങൾ രണ്ടോ അതിനകത്ത് ഇരിപ്പുണ്ടോ? കേക്ക് ചേട്ടാ, സംഭവം കേക്ക്. അങ്ങനെ ഞങ്ങൾ 6 മണി വരെ അതിനകത്ത് ഇരുന്നിട്ടും ആരും മണ്ണില്ല ചേട്ടാ. 6 ആയി 7 ആയി 8. ഒന്ന് ഒച്ച വെക്കാൻ മേലായിരുന്നു അതിനകത്ത്. വെക്കാൻ പറ്റുമോ? ജിനീഷ് സാറ്റടിക്കും വന്ന്. ഓ ലോജിക്ക്. ഇനി അവൻ ഒച്ച വെച്ചില്ലേ പോട്ടെ, നിനക്കൊന്നും ഒച്ച വെക്കാൻ പാടില്ലായിരുന്നു. അതെങ്ങനെയാന്ന് ഇവൻ എന്റെ വാ പൊത്തി പിടിച്ചേക്കല്ലേ? വാ പൊത്തി പിടിച്ചത് ഇവള് ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ ജിനീഷ് സാറ്റ് ഞങ്ങളെ കണ്ടുപിടിക്കും. എന്റെ ദൈവമേ, ഈ സാറ്റ് കളിയാണല്ലോ കുഴപ്പമുള്ള ഉണ്ടാക്കുക. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു 9 മണി വരെ ഇരുന്നു ചേട്ടാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്ന് പെടു എന്നുള്ള കേസ്. ഈ എല്ലാം വൈകിയ മനസ്സിലാക്കുള്ളൂ പെടുന്ന കാര്യം. അങ്ങനെ ഞാൻ നിൽക്കുമ്പോ ഉണ്ടല്ലോ, ഈ വേലായുധം മാഷ് ഒരു ചുറ്റികയും പിടിച്ച് നേരെ ഇങ്ങനെ നടന്നു വരുക. അതാണ്. എന്നിട്ട് ആ ചുറ്റികനുണ്ടല്ലോ പൂട്ടർ ഒറ്റ തല്ലിപ്പൊളി നേരെ അകത്തേക്ക് കയറി. ഒറ്റയടിക്ക് പൂട്ട് തുറന്നു. അതാണ് വേലായുധം മാഷ്. ഇത് മാഷല്ലടാ, തങ്കക്കുടം. അച്ചിരി കണ്ടോ? ടൈമിംഗ് ഉള്ള മാഷേ, നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. ആ കോൺട്രാക്ടറെ നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു. അവള് പോയോ? ആര് പോയോന്നു? നിങ്ങൾ ചുമ്മാ വൃത്തിയോട് പറയരുത് കേട്ടോ.
അവരെ ആ 10 തത്തുകളുടെ അഡ്മിനുമായിട്ട് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുവോ. ഞാൻ ഇത്രയും നേരം അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ വേറൊരു ബന്ധമില്ല, പഴയ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക. അത് നീ ഉള്ളപ്പോ നീ മാറി നിൽക്കുമ്പോ അവർ സംസാരിക്കുന്ന വേറെ കാര്യങ്ങളായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഒളിച്ചു നിന്ന് കേട്ടു നോക്ക്. ഒരുമാതിരി വൃത്തികേട് പറയരുത് കേട്ടോ. എന്റെ ഭാര്യയും എന്റെ ഭാര്യയുടെ സുഹൃത്തും കൂടെ സംസാരിക്കുന്ന ഒളിച്ചു നിന്ന് കേൾക്കാൻ മാത്രം വൃത്തികെട്ട മനസ്സിലുള്ള ഒരാളല്ല ഞാൻ കേട്ടോ. എടാ നീ ഇപ്പൊ എന്ത് ചെയ്യണടാ? അയ്യോ, ഞാൻ ആ സംഭവം പറയാൻ മറന്നുകൂടി. ഞാനിപ്പോഴേ ഈ ഇൻഷുറൻസ് പോളിസി ഇല്ലേ, അതിന്റെ പരിപാടിയായിട്ട് നിൽക്കുകയാണ് ഞാൻ. ആണോ? പിന്നെ എങ്ങനെയാലും ചേട്ടനോട് പറഞ്ഞു ഈ സംഭവം ഒന്ന് സെറ്റ് ചെയ്യണം, ഓർമ്മ ഒന്ന് കൂടണം. എടാ അതെന്താന്നറിയോ, എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്. ആ ചേട്ടന് താല്പര്യമൊന്നുമില്ലാന്നേ. ഇതൊക്കെ ഇവനോട് പറയുന്നത് എന്തിനാ? എന്ത് മനുഷ്യനാണത്? ഒരു കാര്യം ചെയ്യും, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നീ ഒന്ന് പുള്ളിനെ അടിച്ചിടാൻ നോക്ക്. കിട്ടിയല്ലോ. ഞാൻ ഏറ്റു. ആണോ? അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര സെന്റ് സ്ഥലമുണ്ട്? ഞങ്ങൾക്ക് 50 സെന്റ് ഒരു വീടും. വീട് പുതിയ വീടാണോ? പിന്നെ അപ്പൊ നല്ല ബഡ്ജറ്റ് ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, പുള്ളി അറിയാതെ ഈ പേപ്പറിലൊന്ന് ഒപ്പിടിച്ച് മേടിക്കണം. ബാക്കി നമ്മൾ ജയിച്ചു. അപ്പൊ എന്റെ പെണ്ണുപിള്ള മാത്രല്ലേ ഇവന്റെ ലക്ഷ്യം? എന്റെ വീടും സ്ഥലവും കൂടെ വേണം അല്ലേ? ഇവിടെ ഒപ്പിടിച്ചാൽ മതി. എടാ ഇവിടെ ഒപ്പിട്ട് മേടിച്ചെന്നാ ആ കേസ് ഞാൻ ഏറ്റി. പക്ഷേ ഉണ്ടല്ലോ പിള്ളേര് എന്ത് ചെയ്യൂടോ? പിള്ളേരുടെ കേസ് നീ ഇവിടെ ഇതാദ്യം സെറ്റ് ആവട്ടെ. പിള്ളേർക്ക് വേറെ സ്കീമുണ്ട്. എടാ അപ്പൊ ഇവൻ മാട്ടയല്ല, 100% പ്രൊഫഷണൽ. ഒരു വിഷയമില്ല. ഇതൊക്കെ ആ ചേട്ടൻ വന്നോ? ഞാൻ വന്നത് കുഴപ്പമായോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. എന്താണ് ചേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വന്നത് കുഴപ്പമായി. ചേട്ടൻ ആദ്യം അങ്ങോട്ട് ഫോൺ വന്നപ്പോ പോയില്ലേ, അന്നേരം ഞങ്ങളുടെ പഴയ ഒരു കഥ ഞാൻ പറയാൻ വേണ്ടി വന്നു, അത് വിട്ടുപോയി. കഥയുടെ ഏകദേശ രൂപ എനിക്ക് പിടികിട്ടി. കുഴപ്പമുണ്ടോ? നീ പറ. ചേട്ടാ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ദിവസേ ഞങ്ങൾ സ്കൂള് വിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പൊ എല്ലാ പിള്ളേരും ഞങ്ങളുടെ മുമ്പിലാണ്, ഞങ്ങൾ രണ്ടുപേരും പുറകില്. അങ്ങനെയല്ലേ വരുള്ളൂ, എല്ലാരും മുന്നേ, നിങ്ങൾ രണ്ടും പുറകെ. അപ്പൊ എവിടുന്നാണെന്നറിയാമല്ല ചേട്ടാ, ഒരു മെനകെട്ട് ഒരു പട്ടി വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഭയങ്കര കൊര. ഞാൻ ചെയ്തു, എന്റെ കൈ ഇരിക്കുന്ന ബാഗ് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇവളുടെ കൈക്ക് പിടിച്ച് ഞാൻ 100 ഓടുവാ. പോവാണോ ആ വഴി? ആ വഴി പോവാണോ? അല്ലല്ല, പട്ടി ഓടിച്ച് ഞാൻ കാണിച്ചു തരുമായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴാ കയ്യും പിടിച്ചോണ്ട് ഓടിയത്. അതെ. അതിനിപ്പൊ ഈ കയറി പിടിച്ചേക്കണ എന്തിനാ? അത് കഥയുടെ ഒരു സുഖത്തിന് വേണ്ടി ഇത് പിടിച്ചു. കഥയുടെ സുഖമല്ല, നിന്റെ ഒരു സുഖത്തിന് പിടിച്ചാന്ന് എനിക്ക് മനസ്സിലായി. അന്റെ പട്ടി ഓടിച്ചു. പട്ടി ഓടിച്ച് ഞങ്ങൾ 100 പട്ടി ഓടിച്ച് ഞങ്ങൾ വെയിറ്റ് ഷെഡ് ചെന്ന് ഞാൻ കയറി. വെയിറ്റ് ഷെഡ് കയറി മേളിൽ കയറി ഞാൻ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ പട്ടി താഴെ നിന്ന് കുരയ്ക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി പട്ടി കടിക്കുന്നു. അപ്പോഴത്തെ ഞാൻ ഇവിടെ കൈ പിടിച്ച് നേരെ ഓടിയിട്ട് ഞങ്ങളുടെ സ്കൂളിന്റെ പറ്റ തന്നെ പണി തീരാത്ത ഒരു വീട് കിടപ്പുണ്ട്. എല്ലാ സ്കൂളിന്റെയും പരിസരത്തിൽ പണി തീരാത്ത വീട് കാണും, ബാക്കിയുള്ള ടെൻഷൻ പിടിപ്പിക്കാനായിട്ട്. ഈ വീഡിയോ പണിയന്മാർ ലോൺ എടുത്ത് പണി തീർത്തെന്ന് കയറിക്കിടുവാ. ചേട്ടാ ഇത് കേക്ക്, ഞങ്ങൾ ഈ പണി തീരാത്ത വീട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ഓടിയാൻ കയറി. എന്നിട്ട് പട്ടി പുറത്ത് നിന്ന്. പട്ടി കുറച്ചു അവിടെ നിന്ന് ഓടിച്ചു. ഇല്ല, പട്ടി അവിടെ വീടിന്റെ വെളിയിൽ നിൽക്കുന്നു, ഞങ്ങൾ നേരെ വീടിനകത്ത് നിൽക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പട്ടി പുറത്തേക്ക് വിടിയല്ല, നമ്മൾ അകത്ത് തന്നെ നിൽക്കണം എന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പട്ടിനെ കാർട്ടൂണിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ചേട്ടാ ഞങ്ങൾ ഈ പട്ടീനെ നോക്കി ഞങ്ങൾ രാത്രി 8 മണി വരെ ഞങ്ങൾ അവിടെ നിൽക്കുവാണ്. പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി അപ്പൊ പട്ടി കുറയ്ക്കും. എടാ അത് പട്ടിയല്ല, പിന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്. അമ്മാതിരി സപ്പോർട്ട് ആ പട്ടി നിനക്ക് തന്നോണ്ടിരിക്കുന്നു. എന്നിട്ട് ബാക്കി പറയണം. എന്നിട്ട് ചേട്ടാ ഞങ്ങൾ ഒരു 9-9:30 വരെ ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഞാൻ നോക്കിയപ്പോ അതിനകത്ത് ഒരു പഴയ കട്ടിൽ കിടക്കണം, പലകടിച്ചത്. പണി തീരാത്ത വീട്ടിൽ ആരുടെ കട്ടിൽ കൊണ്ട് കിട്ടും? എനിക്കറിയാമല്ലോ. ഞാൻ എന്തായാലും ആ കട്ടിലെ മെല്ലെ അങ്ങ് ഇരുന്നപ്പോ തന്നെ ഇവൾ എന്റെ കണ്ണിൽ നോക്കി, ഇവളും ഇങ്ങോട്ട് ഇരുന്നു. ചുമ്മാ കണ്ണിൽ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് വേലായുധം മാഷ് ഇത് മാഷല്ലടാ, ശക്തിനെതിരായിരിക്കും പോരാളി, ആപത്തിൽ പറന്നെത്തുന്ന ആള്. ഇതാണ് ഡിങ്കൻ. മാഷ് നേരെ കേറിങ് വന്നു. മാഷിങ് വന്നിട്ടുണ്ടല്ലോ, എന്നെ അവളെ മക്കളെ പേടിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞ് മാഷ് ഇതേ നടുക്ക് നിൽക്കണു. എന്നെ അവളെ മുമ്പിലും പുറകിലുമായിട്ട് നേരെ നടന്ന് ഞങ്ങൾ നേരെ വീട്ടിലിട്ട് പോയി. നിങ്ങൾ രണ്ടും മുമ്പും പുറകെ, മാഷ് നിങ്ങളുടെ നടുക്ക്. അതെ. ചക്കരമുത്തേ, ആ നടുക്ക് നിൽക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പട്ടിനെ കല്ല് വെച്ചെറിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. മാഷ് പട്ടിനെ കല്ല് വെച്ചെറിഞ്ഞപ്പോ പട്ടി ഓടി. ഈ ഒരു കല്ല് നീ എറിഞ്ഞതിന് ഇത്രയും കുഴപ്പമുണ്ടായില്ല. അതൊക്കെ ഇവിടെ. പക്ഷെ എനിക്ക് വേറെ കാര്യം നിന്നോട് പറയാനുണ്ട്, ഒരു പരിഭവം എനിക്ക് പറയാനുണ്ട്. എന്തുവാടാ? ചതിച്ചു അധികം മറക്കല. നീ എന്നെ ചതിച്ചു. ഇവന് പറഞ്ഞതൊക്കെ ശരി. അയ്യോ, ഞാൻ ചതി പറ്റിയതിന് അതിന്റെ വേദന അറിയാവുള്ളൂ. ചതി പറ്റിയ നീ പറയണ ചതി എന്താന്ന്. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവരുത്. ഞാൻ ഒരു പ്രശ്നമില്ല, ഞാനത് ആ മൈൻഡിലേ എടുക്കുള്ളൂ. നീ പറയടാ. സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഇവളെ എനിക്കൊരു മയിൽപ്പീലി തന്നു, പുസ്തകത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെറുവെന്നും പറഞ്ഞ്. എന്നിട്ട് പെറ്റോ? ഇന്നലെ ഞാൻ എടുത്തു നോക്കി, അന്നേരവും പറ്റിട്ടില്ല. ഏതെങ്കിലും ഗൈനക്കോളജിനെ കൊണ്ട് കാണിക്കാൻ മേലായിരുന്നു, പെറുവോന്ന് അറിയായിരുന്നു. 56 വയസ്സായി 6 അടി പൊക്കമായിട്ട് മൈപ്പീലിനെ പ്രസവിപ്പിക്കാൻ നടക്കും. നീ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചില്ല. നീ കഴിച്ചിട്ട് കാര്യം, നിനക്ക് മൈപ്പീലി പ്രസവിക്കുന്നതാണല്ലോ വിഷയം. എന്താണ്
എന്തുവാണ് ഞാൻ ഇവിടെ മൂഡ് പോണ്. ഒരു സെൽഫി എടുത്ത് നമുക്ക് ഗ്രൂപ്പിൽ ഇടാം. നീ വന്നേ ചേട്ടാ വന്നേ. അല്ല എന്താണത്? സെൽഫി പുള്ളി മാറിക്കാൻ പറ. അതെ, ഗ്രൂപ്പിൽ അഡ്മിൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ആളെ ഒന്നും കേറ്റരുതെന്ന്. ഒന്ന് നീങ്ങിക്കോ. ഇനി വന്ന് പത്തിലെത്ത മാത്രമേ പറ്റൂ. പത്തിലത്തയുടെ അഡ്മിൻ അവനല്ലേ? അതെ, അവൻ ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കും, എനിക്കറിയാം. നീ വാങ്ങോട്ട് ഫോട്ടോ എടുക്ക. ചെല്ലടി ചിരിച്ചേടി ചിരിക്കടി. ആ ചിരിക്ക് ചിരിക്കി. ഓ എന്നാ ചിരിയാടി, ഇപ്പൊ തല രണ്ടായി പോയനല്ലോ. അത് സെൻഡ് ചെയ്യണം കേട്ടാ. ഞാൻ സെൻഡ് ചെയ്തേരാ. സെൻഡ് ചെയ്യാ. നീ ഇതാ ആ നെല്ലിമരം നീ ഓർക്കണ്ട. അവിടെ നെല്ലിമരം നീ ഓർക്കണ്ട. എന്റെ പൊന്നാ, നെല്ലിമരം മറക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ ചേട്ടാ, നെല്ലിമരം ഇത്രയും കുന്തളിക്കാനുള്ള നെല്ലിമരം ഉണ്ടോ? ഉണ്ട് ചേട്ടാ. നെല്ലിമരത്തിന് കഥയുണ്ട്, സംഭവമുണ്ട്. പണ്ട് ഒരു ദിവസം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇടി വെട്ടി മഴ പെയ്യുവാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നാ? നിന്റെ കഥ മൊത്തം മഴയാണല്ലോ. നീ പത്മരാജനാണോ? സത്യം അല്ലേട്ടാ, സംഭവം കേക്ക്. ഭയങ്കരമായിട്ട് മഴ പെയ്ത് മഴ ഇങ്ങനെ തോർന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഇവള് നെല്ലിമരത്തിന് ചോട്ടി വന്ന് ഇങ്ങനെ ചാരി ഇരിക്കുവാണ്. ഞാനപ്പ ഇവളറിയാതെ പുറകെ പമ്മി ഞാൻ വന്നു. പമ്മി വന്നിട്ട് ഇവളറിയാതെ ഞാൻ വട്ടം കീറി അങ്ങ് പിടിച്ച് നെല്ലിമരത്തേല് കയറിയിട്ട് ഇവളറിയാണ്ട് ഞാൻ ആ നെല്ലിമരം ഉലത്തി. ഒലത്തും നീ ഒലത്തുന്ന ആളാണെന്ന് എനിക്കറിയാമല്ലോ. ആ ഉലത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളുടെ മേത്ത് വെള്ളം വീണ്. വെള്ളം വീണ് കഴിഞ്ഞപ്പോ ഇവക്ക് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോ ഇവിടെ എന്നിട്ട് ഓടിച്ച് ഞാൻ ഇവനെ തല്ലണ്ട, ഇവനെ ഞാൻ നനച്ചല്ലേ. ഓടിട്ട് ഞാൻ നേരെ പോയിട്ട് നമ്മുടെ വിറകുപുരയില്ലേ, വിറകുപുരയ്ക്ക് ആൾക്ക് പോയി ഞാൻ കയറി. വിറക് വരെ ഉപ്പുമാവ് വരെ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കോല്ലടാ. വിറകുപുര ഞാൻ ചെന്ന് കയറി കഴിഞ്ഞപ്പോണ്ടല്ല, ഇവള് ഓടി ഇവളും വിറകുപുരയ്ക്കകത്ത് വന്ന് കയറി. ഞങ്ങൾ രണ്ടുപേരും കയറി കഴിഞ്ഞപ്പോ ഇതൊന്നും അറിയാതെ ആ മറ്റേ ചേച്ചിയില്ലേ കഞ്ഞി ഉണ്ടാക്കണ ചേച്ചി, ആ ചേച്ചി വന്ന് പുറത്തുനിന്ന് എനിക്കറിയാടാ പൂട്ടും. എനിക്കറിയാം വിറക് വരെ പുറത്തുനിന്ന് പൂട്ടിയെന്ന്. എനിക്കറിയാം ഇപ്പൊ വരും രക്ഷപ്പെടുത്തുമെന്ന് എനിക്കറിയാലോ. കുഴപ്പമില്ല. എന്നിട്ട് വിറകുവരെ പുറത്തുനിന്ന് പൂട്ടി കഴിഞ്ഞിട്ട് ചേച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. നീ ടെൻഷൻ അടിച്ചു? ഞാനിവള് ടെൻഷൻ അടിച്ചു. എന്ത് കാര്യം, നമ്മൾ ടൈമിങ്ങിന് എത്തുമല്ലോ. ഞങ്ങള് ടെൻഷൻ അടിച്ചിട്ടില്ല. 7 മണിയായി ചേട്ടാ. 7 മണിയായിട്ട് ഒരു മനുഷ്യൻ വന്നില്ല. വരണ്ട, 7 or 10 ആകട്ടെ, വരുന്നിട്ട് എന്ത് കാര്യം. വരണ്ട സമയത്ത് മുത്ത് ചക്കരേ. അങ്ങനെ 10, 10:30 ഒരു മനുഷ്യൻ ഈ നിർത്തറ. ഇനി ക്ലൈമാക്സിന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ക്ലൈമാക്സ് ചേട്ടൻ പറ. 10:30 മാർച്ച് വരുന്നു, കൂടം കൊണ്ട് പൂട്ട് തല്ലി വിളിക്കുന്നു, നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കുന്നു. ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് കഥയിൽ. എന്താ ടിസ്റ്റ്? അന്ന് മാഷ് വന്നില്ല. മാഷ് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷന് ഊട്ടിക്ക് പോയേക്കുവായിരുന്നു. പട്ടി, നീ എന്തിനാ ഊട്ടിക്ക് പോയത്? മാഷാണത്. നിനക്ക് പ്രായമില്ലടാ. ഇവിടെ രണ്ടുപേരും ഊട്ടിക്ക് പോയത്. ഇവൻ മാസല്ല, ഇവൻ ചെറുത്താൻ ഉപ്പുമാവിൽ ഇറക്കാൻ വന്നു. വീട് പണിതിരാത്ത വീട്ടിൽ കയറിയപ്പോ കറക്റ്റായിട്ട് വന്നു. എന്നിട്ട് ഇപ്പം നീ ആരെ ഉണ്ടാക്കാനാണ് ഊട്ടി പോയി കിടക്കുന്നത്? എന്താണിത്? ഇവനിപ്പം ജീവനോടുണ്ടോ? ഇല്ല, ജീവനോടില്ല. ഇവനെ ഞാൻ കൊല്ലുവനാ. ചേട്ടാ, പുള്ളിക്കൊരു അബദ്ധം പറ്റിയതാ. ഈ കഥയിൽ വിട്. അടുത്ത കഥ പറയുമ്പോ ഞാൻ പുള്ളിനെ ടൈമിങ് കൊണ്ടുവന്നാ പോരെ? തത്തേ, നല്ല സ്കിറ്റായിരുന്നു. ഒരു നല്ല ഗൈഡ് വരട്ടെ. ബെജിക്കോട്ടെ ചേട്ടാ. എന്റെ ബാസി അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ബാസിയുടെ ഒരു ഉടനീളമുള്ള ഒരു വൺമാൻ ഷോ ആയിരുന്നു കേട്ടോ. ബാസി സെൻട്രലൈസ് നിന്ന് കളിച്ചിട്ട് രണ്ടുപേരും മോശമെന്നല്ല, ബാസിയാണ് ഈ സ്കിറ്റ് കൊണ്ടുപോയത്. ഈ തൂക്കിന്നൊക്കെ പറയില്ല നമ്മള്, ഈ സ്കിറ്റ് തൂക്കിയാക്കണ ബാസിയാണ്. ബാസിക്ക് സംസ്ഥാന അവാർഡല്ലേ കിട്ടിയത്. അത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. കാരണം നമ്മൾ ഇപ്പം ഈ പറഞ്ഞ റീയൂണിയനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ വരുന്നൊരു കാര്യമാണ് റീയൂണിയനൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് പണ്ട് പ്രേമിച്ചിരുന്ന പെണ്ണിനെയും ചെക്കനെയും കണ്ടിട്ട് അവർ റീക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അവർ ഒളിച്ചോടുന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ വരാറുണ്ട്. ടി വിയിലും അതുപോലെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ കഥ പറയുമല്ലോ, കഥ പറയുമ്പോൾ ഒരു കഥയിൽ നമ്മൾ അവസാനിപ്പിക്കും വലിയ സ്കിറ്റുകളിലൊക്കെ. പക്ഷേ ഈ കഥ എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് എനിക്കൊരു പിടിയില്ല. അതിൻ്റെ എക്സ്പ്രഷനും അതിൻ്റെ വരുന്ന വഴികളും കുറേ വൈകിട്ടല്ലേ നീയൊക്കെ തിരിച്ചറിയുള്ളൂ. ആ പൂട്ടോടാ നീ വിറകുവരെ കയറും എന്നൊക്കെ പറയണ ബാസി, അത് കിടിലൻ സംഭവം വരുന്നുണ്ട്. അത് അളിയ ഒരു രക്ഷയില്ല. നിങ്ങൾ കിടുക്കനായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ സ്കിറ്റ് ഇവർ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രോത്സാഹനമാണ് തന്നത്. ആ ചേച്ചിയൊക്കെ ഒടുക്കത്ത ചിരിയായിരുന്നത്. അടുത്തങ്ങാണ്ട് റീയൂണിയൻ ഉണ്ടെന്ന് തോന്നുന്നു. പോയിട്ടുണ്ടായിരുന്നല്ലേ?
പോൾസൺ എത്ര കഥ പറഞ്ഞിട്ടും ഒരു ലാഗും ഇല്ലാതെ നല്ല അക്ഷര സ്ഫുടതയോടുകൂടി 3-4 എത്ര കഥ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ബാസി ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് നന്നായിരുന്നു. ചേട്ടാ ഈ നമ്മൾ സിനിമ കാണുമ്പോ സീറ്റിന്റെ എഡ്ജിലിരുന്ന് കണ്ടെന്ന് പറയൂലേ, അതിലെ സീറ്റിന്റെ എഡ്ജിലിരുന്ന് കണ്ട സ്കിറ്റാണ്. കാരണം എന്താന്ന് പറഞ്ഞാല് പോൾസൺ അസലായിട്ട് കഥ പറയുമ്പോ അതിന്റെ റിയാക്ഷൻ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസിയുടെ എക്സ്പ്രഷനിൽ മാത്രമാണ്. മുഖം കൊണ്ടൊരു സ്കിറ്റ് കളിക്കുകയാണ്. ആ ഫീലിംഗ് മൊത്തം മുഖത്ത് വരികയാണ്. ഇനി എനിക്ക്, അതായത് ഞാൻ ഈ മഹാരാജാസ് കോളേജ് ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഭാര്യക്ക് ഇഷ്ടമല്ല. ഇതും കൂടി കണ്ടു കഴിയുമ്പോ ഇനി എനിക്ക് പോക്ക് നടക്കൂല. അല്ല, ഇത് കഥയാണ്, മറ്റേ യാഥാർത്ഥ്യമല്ല. എല്ലാവർക്കും കുറച്ച് യാഥാർത്ഥ്യമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവൂലേ? അതിന് മാത്രം ഞാൻ ഒരെണ്ണമാണ് മാക്സിമം പ്രതീക്ഷ. രണ്ടെണ്ണം ഒരു മൈക്ക് കൊടുത്തേ. അനുഭവം വല്ല ഉണ്ടോ? റീയൂണിയന്റെ അത് വല്ല ഉണ്ടോ? ഒരു മൈക്ക് കൊടുത്തേ. ഭയങ്കര ചിരിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? അടിപൊളിയായിരുന്നു, സൂപ്പർ. റീയൂണിയനൊക്കെ ഓർമ്മ വന്നല്ലേ? തീർച്ചയായിട്ടും. എന്തായിരുന്നു ഓർമ്മ വന്നത്? എനിക്ക് 10th ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു മൈസൂര്. അപ്പൊ ലാസ്റ്റ് മൊമെന്റില് 10th പോയ പിള്ളേരെ വെച്ചിട്ട് ആരെങ്കിലൊക്കെ ലവ് പറയാനുള്ളതൊക്കെ വിട്ടുപോയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റാനുള്ളൊരു ഫീൽഡായിരുന്നു. ചോദിക്കുമല്ലോ. അപ്പൊ അതെ, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വിറക് വരയിൽ കുടുങ്ങി പോയിട്ടുണ്ട്? ഞങ്ങൾക്ക് ഭക്ഷണമില്ല അവിടെ. അപ്പൊ അവൻ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യമാണ്, മേരി കുറെ നാളായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഐ ലവ് യു മേരി എന്ന്. ഒരാൾ പറഞ്ഞോ? അത് നേരത്തെ പറയായിരുന്നില്ലടാ നിനക്ക് എന്ന് ഞാനും ചോദിച്ചു. ഈ സമയത്ത് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്ന ഒറ്റയ്ക്കാണ്? ഒറ്റയ്ക്ക്. വേറെ ആരും അറിയൂല. ഇത് നമ്മൾ കുറച്ച് പേര് അറിഞ്ഞുള്ളൂ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. വേറെ ആരോടും പറയാനും നിൽക്കണ്ട. ഓക്കെ, ഇരിച്ചേട്ടാ, യു കണ്ടിന്യൂ. അല്ല, പറ്റി എനിക്ക് സമാധാനമായിരുന്നു. അല്ല, എന്റെ ഒപ്പം പഠിച്ച കുട്ടിയാണോന്നൊരു ഇനി ആ റൂട്ട് പിടിക്കണ്ട. അല്ല, അത് വളരെ രസകരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത പോൾസനും സിസിയും അസാധ്യമായിട്ട് ചെയ്തിട്ടാ. കാരണം ഇത് എഡ്ജ് ഓഫ് ദ സീറ്റിലിരുന്ന് കാണേണ്ട സ്കിറ്റാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. ബാസി അത്രയും അത് മുഴപ്പിച്ച് ചെയ്തെങ്കിൽ അതിൻ്റെ ഫുൾ റിയാക്ഷൻ്റെ സപ്പോർട്ട് ഇവരാണ്. ഈ 2 പേരുടെ കയ്യിൽ നിന്ന് വീഴുന്ന സാധനത്തിനാണല്ലോ. അപ്പോൾ 3 പേരുടെയും ടീം വർക്ക് ഗംഭീരമായിരുന്നു. എല്ലാം കൂടെ നിങ്ങൾ മനസ്സറിഞ്ഞ് ഇരുന്ന് പ്രവർത്തിച്ചെഴുതിയ ഒരു സ്ക്രിപ്റ്റായിരുന്നു. അത് മനോഹരമായിട്ട് നിങ്ങൾ 3 പേരും ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് കൊടുക്കാം, മാർക്സ് അങ്ങോട്ട് കൊടുക്കാം. ആരാ തിരിച്ചേട്ടാ? ഞാനൊരു 20,000 രൂപ നസീർക്ക. ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 20,000 രൂപ തരും. ടോട്ടൽ 40,000 രൂപ ആയിട്ടുണ്ട്. പണിക്കൊക്കെ പോകണ്ടിരിക്കല്ലേ, കൊളത്തി വിട്ടാക്കാം. അടുത്ത സിൽവർ പഞ്ച്. ഇപ്പൊ നിൽക്കുമ്പോഴും ഇടയിൽ വാസി കയറി നിൽക്കാണ്. ഇനി അവര് രണ്ടും കൂടി നിൽക്കട്ടെ. പറയൂ സുസി. ആദ്യമായിട്ട് വന്നേ? ഞാൻ ആദ്യമായിട്ടായിരുന്നു. എന്തായാലും സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാൻ വന്ന് ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നോണ്ട് ചേട്ടന്മാരും ഒരിക്കലും അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ സന്തോഷം. അല്ല, സിസിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? സിസി വീട്ടിലെ അച്ഛനമ്മ, ഹസ്ബൻഡ്, 2 കുട്ടികളുണ്ട്. ഒരാൾ 1ാം ക്ലാസ്സില്, ഒരാൾ അംഗനവാടിയില്. ഹസ്ബൻഡ് പേര് യദുകൃഷ്ണൻ, ഓട്ടോ ഡ്രൈവറാണ്. മൂത്ത കുട്ടിയുടെ പേര് ഏകാക്ഷരി, 2ാമത്തെ ആള് ഋഗ്വേദ്. അംബാനി എന്നാണ് വിളിക്കുന്നത്. പിന്നെ മെയ് 15-ാം തീയതി സുശീല അരങ്ങേറ്റമാണ്. ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണ്ട. എല്ലാവിധ ആശംസകളും. അപ്പൊ എന്തായാലും ഇവർക്കൊരു നല്ല കൈഡി ഒരിക്കൽ കൂടെ. അപ്പൊ ഉഷാറായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അടുത്ത സ്കിറ്റില് വെൽക്കം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റമേറിൽ നമ്മൾ അടുത്ത സ്കിറ്റ് ഇറക്കുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസിന്റെ പേര് പെരണ്യനാട്യം. ഭരതനാട്യമല്ലേ? അല്ല, പെരണ്യനാട്യം. അങ്ങനെയാണ് ഈ ഐറ്റത്തിന് പറയുന്ന പേര്. അതെന്താണെന്നുള്ള അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഋതുമോളോട് ചോദിക്കാം. വടകരയിൽ നിന്നാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ഋതു ഫ്രം വടകര. വെൽക്കം. ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖം. മോൾ എത്രയിൽ പഠിക്കുന്നു? 9th. വടകരയിൽ തന്നെ. എന്താണ് നാട്യം? പെരണ്യനാട്യം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ദേവദാസികളാൽ ആടപ്പെടുന്ന ഒരു നൃത്തരൂപമാണ്.
മൺകലത്തിന് മുകളിൽ കയറി നൃത്തം ചെയ്യുന്നതാണ് ഭരണിനാട്യം. മൺകലത്തിന് മുകളിൽ അല്ലേ? മൺകലത്തിന്, പൊട്ടുന്ന മൺകലത്തിന് മുകളിൽ കയറി നൃത്തം ചെയ്യുന്നു. എന്തായാലും ആ പൊട്ടുന്ന മൺകുടത്തിന്റെ മുകളിലുള്ള ആ നാട്യം നമുക്കൊന്ന് കാണാം. വേറെ பாம்பே நச்சுப்பையை வைத்திருக்கும் நல்ல பாம்பே நாதர் முடி மேலிருக்கும் நாகப்பாம்பே நச்சுப்பையை வைத்திருக்கும் நல்ல பாம்பே பாதாளத்தில் குடி பூக்கும் பைக்குள் பாம்பே ஆடி நின்று விளையாடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே. ஆடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே. ஆடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே. குற்றமற்ற சிவனார்க்கு குண்டலமானாய் கூறும் திருமாலினிக்கு குடையானாய் கற்றை குழல் பார்வதிக்கு கண்கணமானாய் கற்றை குழல் பார்வதிக்கு கண்கணமானாய் கரவாமலுள்ளம் கலிந்தாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே. ஆடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே. ஆடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே ஆடு பாம்பே விளையாடு பாம்பே. தூக்கிய பாதம் கண்டேன் ஜோதியும் கண்டேன்
அருள் பெரும் ஜோதி 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 ஆடு பாம்பே விளையாடு பாம்பே 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 விளையாடு பாம்பே விளையாடு பாம்பே விளையாடு பாம்பே விளையாடு பாம்பே ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് നല്ല കൈഡി കേട്ടോ. എനിക്കായിരുന്നു ടെൻഷൻ ടിനിച്ചേട്ടാ. അല്ല ഞങ്ങൾക്കൊക്കെ ടെൻഷനായിരുന്നു. അയ്യോ മോളെ ഞങ്ങള് വേറെ ലോകത്തേക്ക് കൊണ്ടുപോയിട്ടോ. എന്താന്ന് വെച്ചാല് ഒരു നിമിഷ നേരം കൊണ്ട് ആൾക്കാരുടെ ആ അട്രാക്ഷൻ പിടിച്ചു പറ്റുക, ആ ഓറ ഉണ്ട് മോൾക്ക്. എത്ര വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങിയത്? ഭരതനാട്യം ഞാൻ 5 കൊല്ലമായി പഠിക്കുന്നു. അല്ലാതെ ഡാൻസ് എത്ര വർഷമായി അപ്പൊ? ഡാൻസ് 10 കൊല്ലമായി പഠിക്കുന്നു. ശരിക്കും ചിത്രം വരച്ച പോലെയാണ് ഓരോ മുദ്രകൾ കാണിക്കുമ്പോഴും സ്റ്റെപ്പ് കാണിക്കുമ്പോഴും അമ്പലങ്ങളിലെ ശില്പങ്ങൾ പോലെ ഓരോ ഫ്രെയിം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അത്ര നമുക്കിനി ഡാൻസിന്റെ ഇതിന്റെ പെർഫെക്ഷൻ അറിയില്ല, പക്ഷെ നമ്മൾ ഒരുപാട് ശോഭന ചേച്ചി മുതലുള്ളവരുടെ പ്രോഗ്രാംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരു കൊച്ചു ശോഭന എനിക്ക് ഇവിടുന്ന് കണ്ടിട്ട്. താങ്ക് യു സർ. അതിന്റെ മുകളിലൊന്ന് ഓർത്ത് നോക്ക്, ജീവ ഏതെങ്കിലും ഇങ്ങനെ നിന്നിട്ടുണ്ട് പാത്രത്തിന്റെ പുറത്ത് കരിക്കിടാനൊക്കെ പോകുമ്പോ തെങ്ങിന്റെ 3 സ്റ്റെപ്പിന്റെ മേളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോ തല അതെ അതെ അതെ. അവളുടെ ഗുരു ആരാ? കലാഗ്രാമം സിറാജുദ്ദീൻ സർ. ഓ ആണ് ഒരു സ്പെഷ്യൽ. അപ്പോ ലോങ് വേ ടു ഗോട്ട മോളെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. എന്തായാലും മോളെ ഗംഭീരമായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ ചങ്കിടിച്ചിട്ടാണ് ഇവിടെ ഇരുന്നത്. സാധാരണ നമ്മൾ ഡാൻസ് കാണുമ്പോൾ ഒരു ചിരിച്ച മുഖത്തോടുകൂടി ഇരുന്ന് കാണുന്നത്. ആദ്യത്തെ പോർഷനൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഇരുന്ന്, ഇതിൻ്റെ മേളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പിടി വിട്ടുപോയി. പിന്നെ ഇങ്ങനെ ഇരിക്കുക കണ്ടുകൊണ്ട്. എന്തായാലും ഗംഭീരമായിരുന്നു. ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ മോൾ എത്തട്ടെ, പ്രാർത്ഥിക്കാം. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. ഋതുമോളെ എന്തോ ഗംഭീരമായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഋതുമോളെ ആദ്യം പറഞ്ഞതുപോലെ എന്താണ് ഭരതനാട്യം, അത് നമ്മളത് കേട്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ആ ആകാംക്ഷ എനിക്ക് തോന്നുന്നു അത്ഭുതത്തിലേക്ക് കൊണ്ടുപോയി മോള്. അതെനിക്ക് സത്യമായിട്ട് അങ്ങനെയാണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഒരു ഭയഭക്തിയോട് കൂടിയാണ് നമുക്ക് ഈ ഡാൻസ് കാണാൻ പറ്റിയത്. മോളുടെ വിരലുകൾ വരെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയാണ്. അത് കാരണം നമ്മൾ അത് മാത്രം വെച്ചിട്ട് ആ കുടത്തിൻ്റെ മോളിൽ കണ്ട് വേറെ ഒന്നും അനങ്ങാതെ ഇങ്ങനെ വിരലുകൾ മാത്രം ചലിച്ചിരുന്നു. അത് എല്ലാ ഡാൻസേഴ്സിനും കിട്ടുന്ന ഒരു കാര്യമല്ല. അത് ടിനി പറഞ്ഞോട്ട് അത് ഗോഡ് ബ്ലെസ്സിങ് ആണത്. എന്തായാലും ഭയങ്കര എനർജി ആയിരുന്നു, ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. എന്തായാലും മോള് വലിയൊരു ശോഭനയായി മാറട്ടെ. മഞ്ജു വാര്യരോ ശോഭനയോ അങ്ങനെ വലിയൊരു നർത്തകിയും സിനിമാ നടിയൊക്കെ ആവട്ടെ. അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്തായാലും കേട്ടാ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. ഒത്തിരി സ്നേഹത്തോടെ ഋതുവിന്റെ ഫാമിലി ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാം പ്ലീസ്. ഇതാണ് ഋതുമോളുടെ ഫാമിലി അല്ലേ? അച്ഛൻ. പേര് നീഷ്. എന്താ ചെയ്യുന്ന ചേട്ടൻ? ഇലക്ട്രിക്കൽ ഷോപ്പ് നടത്തുന്നു. വടകര തന്നെ അല്ലേ? അല്ല, നാദാപുരത്തും വളയത്തും. നാദാപുരത്തും വളയത്തും. ഭൂമി വാതുക്കലും. ഇത് മേക്കമാനാണ്. ഓക്കെ. ബ്രോയുടെ പേര്? ജനീഷ്. ജനീഷ് പ്രോഗ്രാംസിന് പോകുമ്പോഴൊക്കെ അമ്മ. നമസ്കാരം. പേര്? സൗമ്യ. വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ? വർക്ക് ചെയ്യുന്നുണ്ട്. LIC ഏജന്റ് ആണ്. LIC ഏജന്റ് ആണ്. കുറെ പോളിസി വകുപ്പ് ഇരിപ്പുണ്ട്. പിന്നെ ഫുൾ ടൈം ഓളുടെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. സ്റ്റേജ് പ്രോഗ്രാം ചെയ്യലുണ്ട്, നാട്ടിലും ചെയ്യലുണ്ട്, അല്ലാണ്ട് പുറത്തൊക്കെ ചെയ്യലുണ്ട്. ഇത് അമ്മയുടെ അച്ഛനും പിന്നെ ഇഷ്ടത്തിന് ആദ്യം ഡാൻസിന് വിട്ടാണോ അതോ? ഇവർക്ക് ഇതിനോട് ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. നമ്മൾ ആരും പറയണ്ട, പ്രാക്ടീസ് ഒക്കെ തനിയെ ചെയ്തോളൂ. അല്ല, ഇത് ഞാൻ ചോദിക്കണത് ഋതുമോള് കണ്ടുപിടിച്ചാണോ അത് ഇതിന് തന്നെ ചേരണമെന്നുള്ളത്? സാർ ഇത് ഇങ്ങനെ ഒരു ഐറ്റം സാറിന്റെ കയ്യിലുണ്ട്. ഇവള് പഠിക്കുന്ന സാറിന്റെ അടുത്ത് അങ്ങനെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ശരി ശരി. ഇവളെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയത് കൊണ്ട് അവൾ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യും. ഇപ്പോഴും ചെയ്യും. അതാരും പറയുമെന്നും വേണ്ട, അവരത് ചെയ്തോളൂ. ഭയങ്കര ഡെഡിക്കേഷൻ. അപ്പൊ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കും. അമ്മമ്മയുടെ പേര്? എന്റെ അമ്മ. അമ്മമ്മ പാട്ടോ ഡാൻസ് ഒക്കെ ചെയ്യും? ഇല്ല. അമ്മമ്മയുടെ പേരെന്താ? അപ്പൊ ഈ കുട്ടിക്ക് അങ്ങനെ സ്വയം തോന്നി തുടങ്ങിയതാണ്? ഇല്ല, ഇവളെ അച്ഛനാന്ന് ഇവളെ എന്തോ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇവളെ ഡാൻസിന് കൊണ്ടുപോയി അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ സാറ് തന്നെ പറഞ്ഞു ചെറിയ കുട്ടിയാണ്, ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് സാറില്ല ഇവിടെ നിന്നോട്ടെ, ഇവള് കണ്ടു നോക്കിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ
ഡാൻസ് ക്ലാസ്സിൽ വിട്ടിട്ട് വന്നതാണ്. അപ്പൊ സ്വപ്നത്തിലൂടെ അറിയിച്ചു ഇങ്ങനെ ഒരു കല മോളുടെ ഉള്ളിലുണ്ടെന്ന്. അവർ തന്നെയാണ് ഞായറാഴ്ച എഫേർട്ട് എടുത്ത് കൊണ്ടുപോകുക, എല്ലാം അവർ തന്നെയായിരുന്നു. പിന്നെ ഇവക്കൊരു കഴിവുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. എല്ലാത്തിനും ഒരു തുടക്കമാവട്ടെ. ഒരുപാട് വേദികളിൽ പിന്നെ ഋതുമോൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റട്ടെ. ടിനിച്ചേട്ടൻ പറഞ്ഞ പോലെ ലോകം അറിയപ്പെടുന്ന വലിയൊരു നർത്തകിയാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഫുൾ ഫാമിലിക്ക് എസ്പെഷ്യലി ഋതുമോൾക്ക് ഒരു വലിയ കൈഡി. താങ്ക് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് നമ്മുടെ റജി തിരുവല്ല ചേട്ടനുണ്ട്, വിഷ്ണു ഉണ്ട്, പ്രജിത്ത് ഉണ്ട്. നല്ല കൈഡി കൊടുത്ത് അവർ വരും. എടാ നിന്ന് കരയാതെ, എന്തോനാണ് കിടന്ന് കരയുന്നത് നീ? എടാ നമ്മുടെ അമ്പലത്തിലെ ഘോഷയാത്ര 8 കിലോമീറ്റർ പോയതാണ്. ആ 8 കിലോമീറ്റർ നിന്റെ കൂടെ ഞാൻ വന്നു. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. ഇല്ല. ഇവിടെ എവിടെങ്കിലും നോക്കാം. നീ അവിടെ പോയി നോക്ക്. കരയാതെ കരയാതെ പോയി നോക്കടാ. ഞാൻ കരഞ്ഞോട്ടേ നോക്കത്തുള്ളൂ. ചേട്ടാ പോയി കരയാതെ നോക്കിയോ. ഹലോ സെക്രട്ടറി, ഉത്സവം കഴിഞ്ഞില്ലയോ? ഉത്സവമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതുവരെ അമ്പലത്തിൽ നിന്ന് വീട്ടിൽ പോയിട്ടില്ല. അപ്പൊ നമുക്കൊരു സാധനം എടുത്ത് അടിക്കാം. പറ്റിയ സമയം. ഞാൻ ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല. അതറിയാമോ? എന്നാ? നമ്മുടെ ഇവിടെ ശിങ്കാരിമേളം കൊട്ടാൻ വന്നൊരു പയ്യൻ, അവന്റെ മാല കളഞ്ഞു പോയി, സ്വർണ്ണമാല. അയ്യോ, അതിപ്പോ തിരക്കിക്കൊണ്ട് അവനിപ്പോ ഇവിടുത്തെ ഗ്രൗണ്ടിൽ തന്നെ ഇരുന്ന് കരയുവാണെന്ന്. ആണോ? ആ, അവനെ എങ്ങനെയല്ലെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിട്ട് പറയാം. അല്ല ചെറുക്കം വല്ല പണിയും കാണാൻ കാണിച്ചാൽ പിന്നെ സെക്രട്ടറി ആയിട്ട് ഞാനല്ലേ അമ്പലത്തിലെ, ഞാൻ കുരുങ്ങത്തില്ലേ? പിന്നെ ശരിയെന്നാ ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് വീട്ടിൽ പോകാനൊക്കത്തില്ല, എനിക്ക് വീട്ടിൽ പോകാനൊക്കത്തില്ല. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കാര്യം? എന്റെ ചേട്ടന്റെ കുഞ്ഞിന്റെ കഴുത്തെ കിടന്ന മാലയാ ഞാൻ ഇട്ടോണ്ട് വന്നത്. ചേട്ടൻ അറിഞ്ഞിട്ടില്ല, ചേച്ചി അറിഞ്ഞിട്ടില്ല, അറിയാവോ? ആ, ചേട്ടൻ അറിഞ്ഞിട്ടില്ല. എടാ ചേട്ടനോട് പറയുന്ന കാര്യമുള്ളല്ലോ, അത് പറഞ്ഞ് മനസ്സിലാക്കണം. ആ ഫസ്റ്റ് ഇത് കണ്ടോ? ആയി പഴുതാരാ? പഴുതാരയല്ലത്. പിന്നെ പണ്ട് ചേട്ടൻ ഒരു ബുൾസൈ വേണമെന്ന് പറഞ്ഞ് ബുൾസൈ അടിച്ചു കൊടുത്തപ്പോ അതിന്റെ മഞ്ഞക്കാര് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് ചെരവനാക്കിനിട്ട് തലക്കടിച്ച് പൊട്ടിച്ചതാ. ആ പുള്ളിയുടെ മുന്നിലോട്ട് ഈ കൊച്ചിന്റെ മാലയം കളഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കയറിയാലുണ്ടല്ലോ, എന്റെ കുടൽമാല എടുത്ത് അയാൾക്ക് മാലയാക്കി ഇടും. എടാ നിനക്കറിയത്തില്ലേ, ഇവിടെ ഉത്സവം നടക്കുമ്പോ ആയിരക്കണക്കിന് ജനങ്ങൾ വരുമല്ലേ? അതെ. അപ്പൊ പിന്നെ നീ സ്വർണ്ണമാല ഇട്ടോണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? അതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഷർട്ടൊക്കെ ഊരിയിട്ടെന്നല്ലേ ചെണ്ട കൊട്ടുന്നത്. അപ്പൊ കാണുന്നവരുടെ മുന്നില് എനിക്കൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഇട്ടതാ. ഇത്രയും വെയിറ്റ് ഉള്ള ഒരു ചെണ്ട പോരാ, നിന്റെ മാലയ്ക്കാണോ വെയിറ്റ് കൂടുതൽ? ആ ഒരു വെയിറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ഗമ. ആ ഗമ കാണിച്ചോണ്ടാ ഇവിടെ നിന്ന് കരയുന്നേ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. സെക്രട്ടറിയോട് എനിക്കൊരു സ്നേഹമുണ്ട്, ഒരു ബഹുമാനമുണ്ട്. കാരണം ഇന്നലെ മാല പോയ സമയം മുതൽ എന്റെ കൂടെ രാപ്പകലില്ലാതെ നടക്കുന്ന മനുഷ്യനാണ്. പക്ഷെ മാലയില്ലാതെ എനിക്ക് വീട്ടിൽ കയറാൻ ഒക്കത്തില്ല. മാല കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ഉത്സവ പറമ്പിൽ കടന്ന് ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അറിയാം. നിന്റെ വിഷമൊക്കെ എനിക്കറിയാം കേട്ടല്ലോ. ഞാനല്ലേ നിന്നെ ഇവിടെ ഉത്സവത്തിന് വിളിച്ചത്. അപ്പൊ നിന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ അറിയാം. ഞാനൊരു മനുഷ്യ സ്നേഹിയാണ് കേട്ടോ, നിനക്കറിയാവോ അത്? അണ്ണ എന്റെ ദൈവം അണ്ണ ഒരു നല്ല മനുഷ്യനാണ്. മനുഷ്യൻ എപ്പോഴാ മൃഗമെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇത് സേഫ് ആയിട്ട് വെക്കാം. അപ്പൊ എനിക്ക് മാല തരാൻ വേണ്ടി അല്ലായിരുന്നു? അയ്യാ, നിനക്ക് മാല തരാൻ വേണ്ടിയായിരുന്നു. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നിന്റെ കഴുത്തെ മാല ഉണ്ടായിരുന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ കഴുത്തെ മാല ഉണ്ടായിരുന്നു, അതെനിക്ക് ഉറപ്പാണ്. അതിനുശേഷം ഞാൻ അമ്പലപ്പറമ്പിൽ വന്ന് ഈ പറമ്പിൽ വന്നപ്പോഴത്തേക്കിനും എന്റെ കഴുത്തെ മാല ഉണ്ടായിരുന്നു, ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം? ആ സമയത്താണ് താലപ്പൊലിക്കുള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ വന്നത്. അവര് വന്നപ്പോഴത്തേക്കും ഞാൻ എന്റെ ഷർട്ടിന്റെ 2 ബട്ടൺ സൂരിയിട്ട് ഇങ്ങനെ അവരൊക്കെ മാല കാണിച്ചു കൊടുത്താണ്. അനിയന്റെ കൊച്ചിന് അരിഞ്ഞാണം വല്ലതും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത് ഇട്ടോണ്ട് വരാൻ ഭാഗ്യം. എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചു. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നിന്റെ കഴുത്തല്ല മാല എങ്ങനാ പോയെന്ന് നിനക്ക് മനസ്സിലായോ? കഴുത്തെ മാല ഇല്ലാഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി മാല പോയെന്ന്. ഓ, ഇവന് ഇതങ്ങനെ പറയും. എടാ, നിന്റെ കഴുത്തേലെ മാല എങ്ങനാ പോയെന്ന് നിനക്ക് മനസ്സിലായ? അങ്ങനെ കഴുത്തെ മാല ഇല്ലാഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി മാല പോയെന്ന്. എന്റെ ദൈവമേ, നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ മൈൻഡിലോട്ട് ഞാൻ പറയുന്ന കൊണ്ടുവരണം. കൊണ്ടുവരാം, കേട്ടല്ലോ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നിന്റെ കഴുത്തെ മാല ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ വന്നപ്പം മാല ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇനി പറ, മാല എവിടെ വരെ ഉണ്ടായിരുന്നു?
വരെ ഉണ്ടായിരുന്നു. ഇവരെ ഞാൻ എന്താ ചെയ്യണത്? ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് മാലയില്ലാതെ വീട്ടിൽ പോകാനൊക്കത്തില്ല. ഒരു കാര്യം, നീ എന്റെ ചേട്ടനെ വിളി. ചേട്ടനെ വിളിയടാ. ഞാൻ ചേട്ടനെ വിളിക്കണോ? ആ വിളി. അല്ല, നിങ്ങൾക്ക് എന്റെ ചേട്ടനെ അറിയാൻ മേലഞ്ഞിട്ടാണ്. എന്റെ ചേട്ടൻ സിനിമാ താരോ സീരിയൽ നടനോ അല്ലാന്നോ? അല്ല, അതെന്നെ അങ്ങനെ ചോദിച്ചേ. പിന്നെ ഞാൻ എങ്ങനെ അറിയൂടാ? ഞാൻ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആളത്ര ശരിയല്ല, ഭയങ്കര ഗൗരവക്കാരനാ. നീ വിളി. എന്റെ അടുത്ത് ഗൗരവം കാണിക്കാൻ. ഹലോ എടാ, നിനക്ക് നാണം ഉണ്ടോടാ? എടാ, കല്യാണത്തിന് പോകാൻ വേണ്ടി തേച്ച് വെച്ച മുണ്ടല്ലടാ നീ എടുത്തോണ്ട് പോയെ. നീ ഇങ്ങ് വാ കേട്ടോ, നിന്നെ ഞാൻ ശരിയാക്കുന്നു. അപ്പൊ ആ ചേട്ടന്റെ മുണ്ടാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? രണ്ടിടി വഴി കൂടെ വരുന്നുണ്ട്. ഹലോ ഹലോ, അമ്പലത്തിലെ സെക്രട്ടറിയാ കേട്ടോ. ആ, എന്താ സെക്രട്ടറി? ചേട്ടൻ ഇവിടെ വരെ ഒന്ന് വരണം. എന്തിനു? അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അയ്യോ, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ തമ്മിൽ ഒന്ന് സംസാരിക്കാൻ വേണ്ടി. അപ്പൊ ചേട്ടൻ ഇവിടെ വന്നാ കൊള്ളായിരുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ശരി ശരി ശരി. അമ്പലത്തിന് മത്സരത്തുണ്ട്, വരും ആരാ? ഓക്കെ 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 ഓക്കെ. ക്ലൈമാക്സ് ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ, നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ, പെട്ടെന്ന് ക്ലൈമാക്സ് ആവുമോ? അതല്ല, നിന്റെ ചേട്ടൻ വരുമ്പോ നിന്റെ ക്ലൈമാക്സ് ആവുമെന്ന്. അയ്യോ, ചേട്ടനോ? അയ്യോ അയ്യോ, ഇത് ഇവിടുന്ന് മാറ്റിയേക്കല്ലേ, പണി കിട്ടും. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് വിജയൻ. ഞാനാണ് ഈ അമ്പലത്തിലെ സെക്രട്ടറി. ഓ, അത് സാരമില്ല, എല്ലാ അമ്പലത്തിലൊക്കെ സംഭവിക്കുന്നത്. അതെ, എന്റെ അരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത്? എടാ, നീ പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്താ പറയാ, എനിക്ക് പേടി അങ്ങേരെ. നിങ്ങൾ ഇന്ന് എന്തെങ്കിലും സോൾവ് ചെയ്യും. ചെല്ല് ചെല്ല്. ഞാൻ തന്നെ പറയണോ? സെക്രട്ടറി എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത്? അതെ, എന്താ പേര്? എന്റെ പേര് ദിവാകരൻ. ദിവാകരൻ. കൊട്ടാറുണ്ടോ? ഞാനങ്ങനെ കൊട്ടാറുണ്ടോന്നോ? ഞങ്ങളുടെ നാട്ടിലെ അതൊന്നും പറയണ്ടടാ. ഇല്ല, ഞാനത് പറയും. അത് പറയണം. ഒരു നാട്ടിലെ കലാകാരൻ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഇല്ലേ, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ കൊട്ടുകാരനാണ്. ആദ്യം ഒന്നും കൊട്ടിയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം 3-4 കൊട്ട് അടുപ്പിച്ചായപ്പോ പെണ്ണിന്റെ വീട്ടുകാർ കയ്യോടെ പിടിച്ച് പോലീസിലേപ്പിച്ചു. ഇവനെ പോലെ കലാകാരനൊന്നും അല്ലല്ലേ? ആര് പറഞ്ഞു ഞാൻ കലാകാരനല്ലെന്ന്? ഞാൻ നല്ല സൂപ്പർ ആയിട്ട് സിനിമാറ്റിക് ഡാൻസ് കളിക്കും. സിനിമാറ്റിക് ഡാൻസ് ആണ്. ഈ കളർ ലൈറ്റിന്റെ മുന്നിൽ നിന്ന് ചേട്ടൻ ഡാൻസ് കളിച്ചിട്ട് ഒരു ദിവസം പോലീസുകാർ പിടിച്ചോണ്ട് പോയി ജയിലിൽ കൊണ്ടിട്ടു. അതെന്താ കളർ ലൈറ്റിന്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കാൻ പോലീസുകാർ കൊണ്ട് ജയിലിലിട്ടു? പിന്നല്ലാതെ ട്രാഫിക് ലൈറ്റിന്റെ പച്ച ചുമല മഞ്ഞ ലൈറ്റിന്റെ മുന്നിൽ കിടന്നോണ്ട് കള്ളും കുടിച്ച് ഡാൻസ് കളിച്ച പിന്നെ പോലീസുകാർ പിടിച്ചോട്ട് പോകും. ഞാൻ വിളിപ്പിച്ച വേറൊന്നുമല്ല. എന്തിനാ? ഇത് നിങ്ങളുടെ അനിയനല്ലേ? എന്റെ അനിയനാണ്. ചേട്ടനും അല്ലേ? ചേട്ടനാണ്. ഞങ്ങൾ ഒരു അമ്മ ഒറ്റ മക്കളാണ്. ആണല്ലോ. അതെ. അപ്പൊ ഈ അനിയന് ചെറുപ്പത്തില് നിങ്ങൾ മണ്ണപ്പം കളിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ മണ്ണപ്പം നിങ്ങളുടെ അനിയൻ അത് തല്ലി പൊട്ടിച്ചാൽ ചേട്ടന് ദേഷ്യം ഉണ്ടാവുമോ? എന്തിനു ദേഷ്യം ഉണ്ടാവണം? എന്റെ അനിയൻ ഒരു മണ്ണപ്പം പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു മണ്ണപ്പം ഉണ്ടാക്കി വെക്കും. ആണല്ലേ? അതാണ് എനിക്ക് സന്തോഷമില്ല എന്റെ വലുത്. ഓക്കെ, ഒരു 10 വയസ്സാകുമ്പോ ഈ അനിയൻ ചേട്ടന്റെ ഒരു കളിപ്പാട്ടം തല്ലി പൊട്ടിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ദേഷ്യപ്പെടുവോ? ഞാൻ എന്തിനു ദേഷ്യപ്പെടണം? എന്റെ അനിയനല്ലേ, അവനൊരു കളിപ്പാട്ടം നശിപ്പിച്ചു കഴിഞ്ഞാൽ അവന് ഞാൻ വേറൊരു കളിപ്പാട്ടം എടുത്തു കൊടുക്കാം. അവൻ നശിപ്പിച്ചോട്ടെ. ആണോ? പിന്നല്ലാതെ. അപ്പോഴേ ഈ അവസ്ഥയില് ചേട്ടന്റെ അനിയൻ ഒരു സ്വർണ്ണമാല കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും? ചെവക്കല്ലടിച്ചാൻ പറിക്കും. അതങ്ങനെ മുമ്പ് അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. എടാ, മണ്ണപ്പോ കളിപ്പാട്ടം നശിപ്പിക്കുന്നതാണോ സ്വർണ്ണമാല? എന്ത് മാത്രം കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്? ഇപ്പൊ നീ പോയി പറ. എനിക്ക് പേടിയാ. ചേട്ടാ, പിന്നെ എന്റെ കഴുത്തെ കിടന്ന സ്വർണ്ണമാല പണയിനിരിക്കുവാണല്ലോ. നിനക്ക് സ്വർണ്ണമാല ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത് പണയിനിരിക്കുവാണ്. അപ്പൊ ഇവിടെ കൊട്ടാൻ വരുമ്പോ എന്റെ കഴുത്തേൽ ഒന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് ചേട്ടന്റെ മോളുണ്ടല്ലോ, നമ്മുടെ മുത്ത്. എന്റെ മുത്ത്. മുത്തിന്റെ കഴുത്തെ കിടന്ന സ്വർണ്ണമാല ഇട്ടോണ്ടാ ഞാൻ ഇവിടെ വന്ന് ആ മാല എന്റെ ഇന്ന് കളഞ്ഞു പോയി. എന്നെ തല്ലരുത്, അടിക്കരുത്. അയ്യോ, അടിക്കില്ലേ, അടിക്കല്ലേ. നീ എന്തോടാ എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നത്? എടാ, ഒരു മാല പോയെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കയറി അടിക്കുവോ? ഇല്ല. നീ എന്ത് വിചാരിച്ചു വെച്ചേക്കുന്നത്? അത് പോട്ടാ, മാല പോങ്ങി പോട്ടെ, നമ്മൾ വേറെ മാല മേടിക്കും. കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്തോടാ? അയ്യോ, സ്നേഹമുള്ള ചേട്ടൻ കണ്ടു ഒരു മാല പോയിട്ട് ആ പുള്ളിയുടെ മുഖത്ത് ആ എക്സ്പ്രഷൻ നോക്കടാ. തിരിച്ചോണ്ടല്ലേ പറഞ്ഞത്? ഇതാണോ സ്നേഹമുള്ള ചേട്ടൻ? സംഭവം എന്താണെന്നറിയോ? എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം വന്നു. അന്നേരം ഞാൻ പെണ്ണുമ്പളെ അറിയാതെ ആ മോടെ മാല ഊരി ഞാൻ കൊണ്ട് പണയം വെച്ചു. എന്നിട്ട് ഒരു റോളിൽ കൊണ്ട മാല എടുത്ത് മോടെ കഴുത്തിലിട്ട് ആ മാലയാണ് ഇവിടെ കൊട്ടാൻ കൊണ്ടുവന്ന് പോയത്. അതിന് ആകെ 250 രൂപയേ ഉള്ളൂ. പക്ഷെ ഇവനെ ഞാൻ 500 രൂപ മേടിക്കും. അത് വേറെ സത്യം. നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം ഉണ്ടോടാ? ചേട്ടാ, ഒരു നല്ല ചൈത്തായി പോയി ചെയ്ത് കേട്ടോ. ഞാൻ ഇവിടെ കിടന്ന് വെറുതെ കിടന്ന് ഉരുകിയെന്ന്. പേടിച്ചു പോയി? പിന്നെ ഞാൻ പേടിച്ചു പോയില്ലേ. വെള്ളം വേണോ? വെള്ളം വേണം. ഒരു നാരങ്ങ വെള്ളം കുടിക്കാം. പക്ഷെ ഈ സെക്രട്ടറി ഞാൻ മറക്കത്തില്ല. എന്റെ ജീവിതത്തിൽ നല്ല മനുഷ്യനാണ്. എന്റെ കൂടെ നിൽക്കുവായിരുന്നു. ഇനിയിപ്പൊ എന്റെ സ്വന്തം മാലയുണ്ട്. 2 ദിവസം കൊണ്ട് അവന്റെ പുറകെ നടക്കും. ഒരു ടെൻഷന് പഠിച്ച് അവന്റെ ഒരു വരവ് മാല.
നല്ല കൈഡി വരട്ടെ. ചേട്ടാ നല്ല പ്രകടനം വരുന്നുണ്ടോ, നന്നായിട്ട് അവതരിപ്പിച്ച്. കാരണം ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തമാശ കുറവുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. 3 പേരും നല്ല അവതരണം വരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഈ സ്കിറ്റിൻ്റെ ഇടയിൽ കുറേ ഹ്യൂമറുകൾ കുത്തി നിറച്ചിട്ടുള്ള നല്ല ക്ലൈമാക്സ് ഉള്ള സ്കിറ്റായിട്ട് വരണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ ഹ്യൂമറിന്റെ കുറവാണെങ്കിൽ നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും അടുത്തതിൽ നമ്മൾ ഹ്യൂമർ കയറ്റിയാൽ മതി, വേറെ കുറവുകളൊന്നുമില്ല. അത് തമാശകൾ അന്വേഷിച്ച് തന്നെ കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷെ പെർഫോമൻസ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിരുന്നു. ഒരു ലാഗോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഹ്യൂമറിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. കുഴപ്പമില്ലായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഉത്സവപ്പറമ്പിൻ്റെ ഫീലിംഗ് കിട്ടി കേട്ടോ. 3 ക്യാരക്ടർ സെലക്ട് ചെയ്തത് നല്ലതായിരുന്നു, സബ്ജക്റ്റ് നല്ലതായിരുന്നു. തമാശയുടെ ഒരു പോരായ്മയാണ് നമുക്കിവിടെ ഫീൽ ചെയ്തത്. അത് അടുത്ത പ്രാവശ്യം എന്ന് നമ്മളെല്ലാ പ്രാവശ്യവും പറയുന്നുണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിനുവേണ്ടി മെനക്കെട്ടത് ഉണ്ടാക്കിയേ പറ്റൂ. ഓക്കെ, അടുത്ത പ്രാവശ്യം അതിന് ശ്രമിച്ച് നന്നാക്കിക്കൊണ്ട് വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീറിക്ക. മാർക്സ് ചേട്ടാ അതന്നോ? ഞാനൊരു 4000 രൂപ. 4000 രൂപ. ചേട്ടാ ഒരു 5000 രൂപ. 9000 രൂപ. നസീറിക്ക അപ്പോൾ ബാക്കി ഇതാ കിടക്കുന്നു. ടോട്ടൽ എമൗണ്ട് 20,000 രൂപ. അടുത്തത് നമുക്ക് കുറച്ചുകൂടെ പൊളിക്കാം. ചേട്ടാ കാണാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. തൽക്കാലം ഇന്നത്തെ ചിരിക്ക് വിടാം. നമുക്ക് എന്നാ അങ്ങോട്ട് പോയാലോ? ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവൻ, ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.